നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, ഇന്നലത്തെ നമ്മുടെ ലൂസ് ടോക്ക് നമ്മൾ ഈ സിവിൽ സർവീസിൻ്റെ ഉള്ളിലെ ഒരുപാട് ഉള്ളുകളികൾ പറഞ്ഞതാണ്. പക്ഷെ അത് വേണ്ടതുപോലെ ജനം സ്വീകരിച്ചില്ല. എന്നെ അത്ഭുതം, ഒരു 30,000-35,000 പേരെ കണ്ടു. ആള് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യമില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ഈ ജനത്തിൻ്റെ ഇൻട്രസ്റ്റിനെ പിടിക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. ആ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യമല്ല ജനത്തിൻ്റെ ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞ ഈ ഷിരൂരിലെ അർജുൻ, ഒരു ചെറുക്കൻ, ഒരു പയ്യനെ കാണാതെ പോയി. പക്ഷെ അതിലെന്തോ ഒരു ഇൻട്രസ്റ്റ് ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാർത്ത വന്നിട്ട് ആരും അതിന് ഗവനിക്കുന്നില്ല. സിവിൽ സർവീസിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതത്തെ കുറിച്ച് ആൾക്ക് സാധാരണ അറിയില്ലയോ എന്നൊരു സംശയമുണ്ട്. ഐ തിങ്ക് അത് ബോധർ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് കാര്യം. എല്ലാ രാഷ്ട്രീയക്കാരാണ് എല്ലാം എന്നുള്ളതായിരിക്കാം. ഇവരാണ് ശരിക്കും ഭരിക്കുന്ന കാര്യം നാട്ടുകാർക്ക് പലർക്കും അറിയില്ല. ഞാൻ അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രംപ് നമ്മുടെ എലൻ മസ്കിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാന്നുള്ള അതാണ്. അല്ല, എലൻ മസ്കിനെ ഒരു തസ്തിക നിയമിച്ചിട്ടുണ്ട് പുതുതായിട്ട്. എന്താണ് ആ തസ്തികയുടെ പേര് ഞാൻ മറന്നുപോയി. അതായത് സംഭവം ഇതാണ്: ഇദ്ദേഹം ഈ പബ്ലിക് ലൈഫിനെ, ഈ ബ്യൂറോക്രസിയുടെ ഈ ചെലവ് കുറയ്ക്കുക, ഈ നൂലാമാലകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ്. ഇത് ബ്യൂറോക്രസി എന്ന് പറയുന്ന ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൻ്റെ മർമ്മത്ത് നോക്കിയുള്ള പ്രഹരമാണ്. അതായത് ഇത് ഈ ബ്യൂറോക്രസിയാണല്ലോ ആര് വന്നാലും ഭരിക്കുന്നത്. ഈ ഡീപ്പ് സ്റ്റേറ്റ് ഒക്കെ അവിടെ നിന്ന് രൂപപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ബ്യൂറോക്രസി നമ്മുടെ ഇവിടെ 4,40,000 സർക്കാർ ജീവനക്കാർ, 5,40,000 സർക്കാർ ജീവനക്കാരുണ്ട്. 1.5 ലക്ഷം പേർക്ക് ചെയ്യുന്ന പണിയാണ് ഈ 5 ലക്ഷം പേര്. ആ സമയം ഒരു കാര്യം പറയണം, ഒരു 5-10% ആൾക്കാർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പഞ്ചായത്ത് ഓഫീസുകളെ, വില്ലേജ് ഓഫീസുകളൊക്കെ ഞായറാഴ്ചയൊക്കെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്. സർക്കാർ ഡോക്ടർമാർ അങ്ങനെ അമിതമായി ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യമില്ലാത്ത തസ്തികളും. അപ്പം ഇതെല്ലാം കുറയ്ക്കുക, ഒന്ന്. രണ്ട്, ഈ നൂലാമാലകൾ. ഇപ്പം ഇവിടെ ഒരു സെക്രട്ടേറിയറ്റ്, ഒരു സാധാരണ ഉദ്യോഗസ്ഥന് അവധി വേണമെങ്കിൽ എന്തിനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാണുന്നത്? ഒരു ഫയല് താഴേന്ന് രൂപപ്പെട്ട് ഡയറക്ടറേറ്റ് വഴി മുകളിൽ ചെല്ലും, ഗവൺമെൻറ് സെക്രട്ടറി തരും, അവിടുന്ന് തിരിച്ച് ഇറങ്ങി താഴോട്ട് വരും, എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ പോയിട്ടാണ് ആദ്യം ഡയറക്ടറേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഫയൽ ഓടിക്കുന്നത്? ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അപ്പം ഇതിനെയെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു ഭരണപരിഷ്കാരത്തിനാണ് ട്രംപ് എലൻ മസ്കിനെ നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ വിവേക് രാമസ്വാമിയും ഉപചാർജ് കൊടുത്തു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്നൊക്കെ കേട്ടിരുന്നതാണല്ലോ. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ പ്രൈമറി മത്സരിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം 4ാം സ്ഥാനത്തായപ്പോൾ തന്നെ രാജിവെച്ച് ട്രംപിനെ പിന്തുണച്ചു. മറ്റുള്ളവരെല്ലാം ട്രംപിനെ എതിരെ നിലപാടെടുത്തപ്പോൾ ഇയാൾ ട്രംപ് അനുകൂലിയായിരുന്നു. അപ്പം ഇത് വലിയ മാറ്റം. അമേരിക്കയിൽ 1.5 കൊല്ലം കാലാവധി കൊടുത്തിരിക്കുന്നത്, അതിനകം എല്ലാം ശരിയാക്കി 1.5. അപ്പോൾ ഈ ഓർക്കണം, ആരാണ് മസ്കാണ്. അല്ല, അതാണ് മസ്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാണ്. അപ്പോൾ ഈ ഭ്രാന്തനായ മസ്ക് ബ്യൂറോക്രസിയെ മുഴുവൻ അഴിച്ചു പണിതാൽ ഡീപ്പ് സ്റ്റേറ്റിനിട്ടുള്ള കിട്ടാവുന്ന അറ്റാക്കാണ്. ഇതിനെ എങ്ങനെ മറികടക്കാം? കാരണം ഈ ബ്യൂറോക്രസി പവർഫുള്ളാണ്. ഇവർ ഒരുമിച്ച് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ പലരും നേരിടുന്ന പ്രതിസന്ധി. അവർക്ക് വിഷയം അറിയില്ല, ഈ മുഴുവൻ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ അതിൽ ട്രംപ് വിജയിച്ചാൽ അമേരിക്ക എന്നല്ല, ലോകം മുഴുവൻ രക്ഷപ്പെടും. കാരണം ഇത് പതിയെ എല്ലായിടത്തും മാത്രം. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഒക്കെ ഇത്രയും വ്യാപിച്ചിരുന്ന കാലത്ത് ഇത്തരം ഫോർമാലിറ്റി ഒന്നും യാതൊരു ഇപ്പോഴും മീറ്റർ റീഡർ എന്ന് പറഞ്ഞ് തസ്തിക KSEB നിയമിക്കുന്നുണ്ട്. ഇപ്പോഴും പിയൂണ്, ഡ്രൈവർ. എന്തിനാണ് ഡ്രൈവർ? എന്തിനാണ് എൻ്റെ ചോദ്യം? വലിയ തസ്തികയിലിരിക്കുന്ന ഡ്രൈവർ ആയിക്കോട്ടെ, ഓഫീസിൽ എന്തിനാണ് ഡ്രൈവർ? എന്തിനാണ്? വണ്ടി ഓടിക്കാതിരുന്ന ആൾക്കാരുണ്ടോ? അല്ല, മറ്റവരും പറയാറുണ്ട് വണ്ടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വാടക എടുത്താലും മതി, അത് ലാഭം. അത് ലാഭം അല്ല. അത് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം പ്രൈവറ്റ് വാഹനമുണ്ട്, പെട്രോൾ അലവൻസ് കൊടുത്താൽ പോരെ, അത് മതി. ഞാൻ ചോദിക്കണം, നീ വണ്ടി ഉപയോഗിച്ചു, നിന്റെ പെട്രോൾ ഞങ്ങൾ തരാം. സർക്കാർ എന്തിനാ വണ്ടി മേടിക്കുന്ന ഡ്രൈവറെ വെക്കുകയും ചെയ്യുന്നത്? ഈ സെക്രട്ടറിയിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക്, വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ചുവന്ന ബോർഡ് വയ്ക്കാനുള്ള പെർമിഷൻ ഉണ്ട്, അവർ സ്വയം ഓടിച്ചു വരാം. എന്തിനാണ് സർക്കാർ പ്യൂൺമാരെന്ന് തസ്തികയിൽ ലാസ്റ്റ് ഡേറ്റ് നിയമിക്കുന്നത്? എന്തിനാണ്? ആവശ്യം എന്താണ് ഒരു ലാസ്റ്റ് ഡേറ്റ് ജീവനക്കാരൻ്റെ ഒരു പണി? മൊത്തം ലാസ്റ്റ് ഡേറ്റ് ജീവനക്കാരൻ ആ ജോലി കയറുക, അവൻ്റെ അടുത്ത ശ്രദ്ധ ഇത് മാറ്റി അടുത്ത തസ്തിക കയറുക എന്നുള്ളതാണ്. അതെ. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിന് മുഴുവൻ അഴിച്ചു പണിയേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ട്രംപ് ഏറ്റെടുത്തിരിക്കുക. അത് വളരെ സന്തോഷമാണ്. നമ്മൾ അതിൽ ഏൽപ്പിച്ച എലോൺ മസ്ക് ആണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കൂടാന്നില്ലാത്ത ആളാണ്. അതിന് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കേട്ടില്ല, എലൻ മസ്ക് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണെന്ന് തോന്നുന്നു. അമേരിക്ക തന്നെ ജനിച്ച ആളായിരിക്കണം, അത് നിർബന്ധം. അതുകൊണ്ടാണല്ലോ ആർണോൾഡ് ഷവനസ്കർ കാലിഫോർണിയ ഗവർണറായി. പക്ഷെ അയാൾ അമേരിക്കയിലല്ല, അയാൾ ഓസ്ട്രിയയിൽ ജനിച്ച മനുഷ്യൻ. വളരെ പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ഭയങ്കര പവർഫുൾ ആയിരുന്നു ആർണോൾഡ് ഷവനസ്കർ. വാസ്തവത്തിൽ പണ്ടേ അമേരിക്കൻ പ്രസിഡന്റ് അത്രയും പോപ്പുലർ ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ജനിക്കാത്തത് കൊണ്ട്, ഇപ്പോൾ സോണിയാഗാന്ധിക്ക് നമ്മുടെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാം, പക്ഷേ അമേരിക്കയിൽ
ജനിക്കാത്ത ഒരാൾക്കാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് എലൻ മസ്ക്, എൻ്റെ തോന്നല് എലൻ മസ്ക് അമേരിക്ക ജനിച്ച ആളല്ലെന്ന് തോന്നുന്നു. അയാൾ സൗത്ത് ആഫ്രിക്ക ജനിച്ച ആളാന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്ക ജനിച്ച ആളല്ല അല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്ക ജനിച്ചവർക്ക് പറ്റും, ആരാണെങ്കിലും പറ്റും. അപ്പം ഋഷി സുനക് ബ്രിട്ടനിൽ ജനിച്ച ആളാണ്. ഇന്ത്യൻ വംശജ കമല ഹാരിസ്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത് എനിക്ക് അങ്ങനെ തർക്കം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കണം, വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് കിട്ടിയ നല്ലൊരു വാർത്തയാണ്. നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നു. ഒരു നാളെ എലോൺ മസ്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവും പറയുന്നുണ്ട്. എന്നോട് ഒരാൾ അത് പറഞ്ഞു, അമേരിക്ക ജനിച്ചതല്ല. അതുകൊണ്ട് നമ്മളേതോ വീഡിയോയിൽ സൂചിപ്പിച്ചപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, ഷാജ തെറ്റാണ്, അമേരിക്കയിൽ ജനിച്ച ആൾ. അപ്പം ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത് ഇയാൾ സൗത്ത് ആഫ്രിക്ക ജനിച്ചാണെന്ന് പറഞ്ഞു. വെരിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ബ്യൂറോക്രസിയെ നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും ആളുകൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. നാളെ ഇഷ്ടപ്പെടുവായിരിക്കും. ഒരാൾ ഫോൺ ചെയ്തിരുന്നു, തൃശ്ശൂരിൽ നിന്ന് രഘുനന്ദനൻ എന്നൊരാൾ വിളിച്ചിരുന്നു. അദ്ദേഹം MK നായരെ കുറിച്ച് നമ്മൾ പറഞ്ഞതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇല്ല, പരിചയമൊന്നുമില്ല. അദ്ദേഹം വായിച്ചിട്ടുണ്ട്. കലാമിൽ അന്ന് സീരിയസ് ചെയ്ത് വന്നപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ജീവിത ദുരന്തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 15 വർഷം അയാൾ സസ്പെൻഡ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ കേട്ടുകളില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ അന്നത്തെ കാലത്ത് അവിടെ നടന്നു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇനി വേറെ ഇന്നെന്താണ് വിശേഷമുള്ളത്? ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ? ഇന്നാണല്ലേ 13-ാം തീയതി. മറന്നുപോയി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് ആൾ വോട്ട് ചെയ്യാൻ എത്തുന്നില്ല കേട്ടോ. അല്പം മുമ്പ് നമ്മൾ റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പ് ഇറങ്ങുമ്പോഴും 50% അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ രണ്ടിടത്ത്. ഇത് തന്നെയാണ് നമ്മുടെ സർവേ ഫലം. അതായത് ജനം മടുത്തു. നോട്ടയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ലേ? നമ്മുടെ പറഞ്ഞിരുന്നു. അതാണിത്, ഈ നോട്ടയാണിത്. ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. നൺ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എനിക്ക് മനസ്സില്ല, വോട്ട് ചെയ്യാൻ മനസ്സില്ലെന്നല്ലേ? ജനം മടുത്തു. കാരണം ഈ സർക്കാരിനെയും മടുത്തു, പ്രതിപക്ഷം മടുത്തു, BJP പ്രതീക്ഷയില്ല. ഇവിടെ ഞാൻ പറയുന്നത് ആർക്കാണ് വോട്ട് ചെയ്തത്? CPM കൊള്ളത്തില്ല, അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം പ്രത്യേകിച്ച് വയനാടൊക്കെ കുറയാനുള്ള സാധ്യത ഞാൻ നേരത്തെ കരുതിയിരുന്നു. കാരണം ഇവരിതൊരു വയനാട്ടിൽ തന്നെ കോൺഗ്രസ് പിന്നെ നെഹ്റു കുടുംബം ഇത് താൽക്കാലിക ഇടത്താവളമായി കാണുന്നു എന്നുള്ള വ്യാപകമായി അതും പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് വോട്ട് 20-ാം തീയതിയല്ലേ? ആയില്ല. പാലക്കാട് വോട്ടിംഗ് നടക്കണം. അവിടെയാണ് തീമാറിയ മത്സരം നടക്കുന്നത്. മറ്റേ രണ്ടിടത്തും അത് ശരിക്കും എന്ത് സംഭവിക്കും നോക്കാം, എങ്ങനെ സംഭവിക്കുന്നറിയാം. അവിടെ കാര്യങ്ങൾ എന്തായാലും ഈ ചേലക്കരക്കാർക്ക് ഒരു പ്രതിഷേധമുണ്ട്. അവരുടെ മന്ത്രിയെ മന്ത്രി ആരും പോകുന്നില്ല. അതുകൊണ്ട് ചേലക്കരക്കാർക്കൊരു മടിയുണ്ടാവും. വയനാട്ടിൽ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ആർക്കും വേണ്ടി എന്തായാലും പ്രിയങ്ക ജയിക്കും. എന്തിനാ പാർട്ട് ടൈം ആയിട്ടൊരു MP എന്തിനാണെന്നുള്ള തോന്നില്ല വയനാട്ടിലുള്ളത്. അവർക്ക് വേറെ സ്ഥാനം കിട്ടും, സ്റ്റേറ്റ് കിട്ടുമ്പോൾ അവരങ്ങ് പോകും. സുരക്ഷിത താവളം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നടക്കത്തുള്ളൂ. മാത്രമല്ല ഇന്ന് വേറെ തമാശകളുണ്ടായി. രാവിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ രാവിലെ EP-യുടെ പേരിൽ വിവാദം പൊട്ടി പുറപ്പെട്ടല്ലോ. അന്നും അയാളായിരുന്നല്ലോ EP ലോക്സഭ ഇലക്ഷൻ. അന്ന് മറ്റേ ജാവദേക്കറിനെ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ആയിരുന്നു. കാലത്ത് ഞാൻ പേര് പറയണ്ട, കാരണം രാവിലെ അദ്ദേഹം ഇന്ന് എന്നെ കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. ട്രിവാൻഡ്രത്ത് വന്നു. എന്നോട് രാവിലെ 7:30 പറഞ്ഞത്. ഞാൻ പറഞ്ഞു 9 പറ്റത്തുള്ളൂ, കാരണം എനിക്ക് കുറച്ച് പണി. അങ്ങനെ 9 മണിക്ക് വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് എയർപോർട്ടിൽ കൊണ്ട് ഞാൻ 11:30 വിടുന്നിടം വരെ അദ്ദേഹം എന്നോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ പ്രധാന സംഭവം അതിനിടയ്ക്കാണ് EP-യുടെ ആത്മകഥ, മറ്റേ കട്ടൻ ചായയും മറ്റേ പരിപ്പോടെ എന്നുള്ള അത് ഇന്ന് പുറത്തിറങ്ങുമെന്നും അതിൽ ഒരുപാട് വിവാദ പരാമർശങ്ങളുണ്ടെന്നും അതിൽ രണ്ടാം പിണറായി സർക്കാർ പാഴാണെന്നും EP പുറത്താക്കി നടപടി ശരിയായില്ലെന്നൊക്കെ പരാമർശങ്ങളുണ്ട്. പിന്നെ ഈ സരൻ സ്ഥാനാർത്ഥിയാക്കിയതിനെ കുറിച്ചൊക്കെ എതിരെ പരാമർശം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. EP എല്ലാം നിഷേധിച്ചു. അല്ല, അതിന്റെ ഇത് വന്നില്ലേ, പേജ് വന്നിട്ടുണ്ട്. പക്ഷേ EP നിഷേധിക്കുകയാണ്. EP പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല, ഇന്ന് പ്രസിദ്ധീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ കാണുന്നത്. പക്ഷേ DC ബുക്സാണ് ഇറക്കണം എന്നുള്ള ഓർത്തോളം. അത് സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ ഒരു പബ്ലിഷിംഗ് ഹൗസായിട്ട് ഒരു ധാരണയിലാകുമ്പോൾ ഒപ്പിട്ട് തന്നെ ധാരണ അങ്ങനെ പ്രത്യേകിച്ച് DC ചെയ്യത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ധൃതി വെച്ചിറക്കിയതായിരിക്കാം, ഇത് കഴിഞ്ഞു കൊടുക്കാനിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം EC നിഷേധിച്ചതും. എന്നിട്ട് EP പറഞ്ഞു അതിന് കേസൊക്കെ വെറുതെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വിവാദം ഉണ്ടെങ്കിൽ കേസ് പറയും. നമ്മുടെ തൃക്കാക്കരയിലൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു വീഡിയോ ഇറങ്ങി, പ്രതിയെ പിടിച്ചോ? ഇല്ല, അത് തീർന്നു. അത്ര എല്ലാ കേസുകളും ഉണ്ടായി കഴിയുമ്പം അവിടെ തീരും എല്ലാ കേസുകളും. അത് തൽക്കാലം ഇപ്പം ഇവിടെ VD സതീശിന്റെ ഒരു സെക്സ് ചാറ്റ് പുറത്തു വന്നു പറഞ്ഞൊരു കുറെ സാധനം വന്നത് ഓർമ്മയുണ്ടായിരുന്നു. അപ്പം VD സതീശൻ പരാതി കൊടുത്ത് ആരെങ്കിലും പിടിച്ചോ? പിന്നെ ഇല്ല. ഇതെല്ലാം ആ സമയത്ത് കഴിയുമ്പോൾ എല്ലാം കഴിയും. അതുകൊണ്ട് ഭയങ്കര കത്തിയിരിക്കും. EP അതുകൊണ്ട് ഇപ്പം പറഞ്ഞ കേസൊക്കെ വെറുതെയാണ്, ഇതെല്ലാം ഒറിജിനലാണ്. DC എന്തായാലും രവി DC ഈ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള അമേരിക്കയിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, പഠിച്ചതാണ്. വളരെ കൃത്യമാണ്. അപ്പനല്ല മകൻ, ഗാന്ധിയനാണല്ലോ. ഒന്നാമത്തെ കച്ചവടക്കാരനാണ്, എല്ലാം അറിയുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് ഞാൻ അത്ഭുതപ്പെട്ടു പോകണ്ട. അതായത് നമ്മൾ എവിടെങ്കിലും വാർത്തയിൽ DC ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ പരാമർശം അപ്പം വിളിക്കാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ,
എടുക്കുന്നതിന് പേര് വിളിച്ചു. അതുകൊണ്ട് DC പൊട്ടത്തരമൊന്നും കാണിക്കത്തില്ല. രവി അത്ര പൊട്ടത്തരം കാണിക്കത്തില്ല. പ്രൊഫഷണലാണ്. അതുകൊണ്ട് എഗ്രിമെന്റ് ഇല്ലാതെ ഒരിക്കലും ചെയ്യില്ല. ഇവർ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിന് വരെ തൽക്കാലം അത് മാറ്റി വെച്ചായിരിക്കും, അതിന്റെ ഒരു വലിയ വിവാദം ആകണ്ടെന്ന് കരുതിയതായിരിക്കാം. പക്ഷേ ഈ ബുക്കിന് ഗുണം ചെയ്യും ഭാവിയിൽ ഇറങ്ങുമ്പോൾ. തീർച്ചയായിട്ടും. അല്ലെങ്കിലും EP-യുടെ പുസ്തകത്തിന് നല്ല ഗുണമാണല്ലോ. നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല. ഇന്നത്തെ വിഷയം ഇതല്ല. ഇന്നത്തെ വിഷയം ഒരു 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കള്ളക്കേസ് കൊടുക്കാൻ നടത്തിയ ശ്രമം, ഒരു ചാനൽ നടത്തിയ ശ്രമം പൊളിച്ചതാണ്. അതെ, അത് നമ്മൾ അതിനെ വളരെ ഗൗരവത്തോടെ കാണണം. ഈ ചാനൽ, റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ, എനിക്ക് വളരെ സങ്കടമുണ്ട് കാര്യത്തിൽ. കാരണം എന്താ വെച്ചാൽ എനിക്ക് വ്യക്തിപരമായി റിപ്പോർട്ടർ ചാനൽ ഒരു പിണക്കവും ഇല്ല. എന്നാൽ സുഹൃത്തുക്കൾ പലരോട് ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ പല സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിച്ചു, ഉണ്ണി ബാലകൃഷ്ണൻ അനൂപ് വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഉണ്ണി ഇപ്പൊ സംബന്ധിക്കുമോ എനിക്കറിയില്ല. അനൂപും ഉണ്ണിയും അക്കാലത്ത് ഉണ്ണി ഒരിക്കൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതായത് അടിച്ചിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് നാട്ടുകാർ എന്തോ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കോടതി കൊണ്ട് ഹാജരാക്കി പഴയ കാലത്ത്. പക്ഷേ ഈ മജിസ്ട്രേറ്റ് കലാമതിൽ സ്ഥിരം വായനക്കാരനായിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ അല്ല, അന്ന് ഉണ്ണികൃഷ്ണൻ, എന്തോ ഒരു ഉണ്ണികൃഷ്ണനാണ്. എവിടെ കലാമതില ഉണ്ണികൃഷ്ണൻ, C ഉണ്ണികൃഷ്ണൻ മറ്റോ അല്ല, എന്തോ ഒരു ഉണ്ണികൃഷ്ണൻ കലാമതില്ലാതെ ജഡ്ജി പറഞ്ഞു ഇദ്ദേഹം കള്ളു കുടിക്കത്തില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റ് വെറുതെ വിട്ടു. അപ്പൊ തന്നെ പിഴയിടാതെ വിട്ടു. അന്നൊരു കാര്യമുണ്ട്, കലാമതിൽ എഴുതുന്നവരൊക്കെ നമ്മളും ആരാധന. ബിജു വി നായർ, ഞാൻ പറയാൻ നാക്കെടുത്തേ, ബിജു വി നായർ ജാഡിറ്റാറ്റ് ഇന്റർവ്യൂ ചെയ്ത ആള്. ഒരു മനോഹരമായ ഭാഷ. ആ ഭാഷ ഞാനിപ്പോഴും ഓർക്കുന്നു. എൻ്റെ ആ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കലാമതി കിട്ടിയാൽ ഞാൻ കവർ നോക്കത്തില്ല, മറിച്ച് ബൈലേനെ നോക്കുന്നത് ബിജു വി നായരുടെ പേരുണ്ടോന്ന്. എന്തോ ഒരു അദ്ദേഹം കലാമതിയുടെ പത്രത്തിന്റെ ബോംബെയിൽ പിന്നെ അതിന്റെ ചുമതലക്കാരനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അദ്ദേഹം വളരെ മിടുക്കൻ. കേൾക്കും. അത് ചെങ്ങന്നൂർ സ്വദേശം മറ്റാണെന്ന് തോന്നുന്നു. അത് ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ കാത്തിരുന്നു എല്ലാ ആഴ്ചയും. പാരഫലം പോലെ തന്നെയാണ് കലാമതിയില്ലാത്തതിന് ആ ഭാഷ. ജാഡി ടാറ്റ ഇന്റർവ്യൂ ചെയ്തതൊക്കെ ഒരു വേറെ ഏതെങ്കിലും മലയാളം പത്രത്തിനോ വാരികയ്ക്കോ ടാറ്റ ഇന്റർവ്യൂ എടുത്തായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ജാഡി ടാറ്റ അല്ല, ആ എഴുത്തിന്റെ ഭാഷ അതിമനോഹരമാണത്. ഞാൻ ഓർക്കുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷേ NRS ബാബുവിന്റെ ഭാഷ അങ്ങനെ മനോഹരമായിരുന്നു. പക്ഷെ അദ്ദേഹം കുറച്ച് എഴുതുകൊള്ളായിരുന്നുള്ളൂ. അതിൽ ഓർമ്മയുണ്ടോ, പണ്ട് കലാമതിയിൽ ഗീതാർത്ഥ അമിത് എന്ന് ഒരാൾ എഴുതുമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പിന്നെ മലയാളം വാരികയിൽ ചേർന്നു അവര്. അല്ല, പുരുഷനാണെന്ന് തോന്നുന്നു ആ പേര്. പക്ഷെ നമുക്കത് അറിയില്ല പിന്നെ ആരാണെന്ന്. അങ്ങനെ മനോഹരമായ എഴുതുമായിരുന്നു. എന്നെ ഒരു ഗീതാർത്ഥ കോൺടാക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അത് തള്ളിക്കളയാൻ പറ്റില്ല. മനോഹരമായി തന്നെ എഴുതുമായിരുന്നു. അതിലൊരു ബേബി മേനോ കണ്ണൻ മേനോ സ്ഥിരം നോവലൊക്കെ എഴുതുമായിരുന്നു. അല്ല, അങ്ങനെ കുറെ മധു നായർ അത് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് ഇപ്പോഴും. നമ്മൾ ഇവരൊക്കെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം മാധ്യമത്തിന്റെ കാര്യം പറഞ്ഞു, റിപ്പോർട്ടിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് നമ്മുടെ നാട്ടിലെ 3 സ്ഥാപനങ്ങൾ, 3 ചാനലുകൾ ഭയങ്കര അപകടകാരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒന്ന് മീഡിയ 1, 2 റിപ്പോർട്ടും, 1 24. ഇതിലെനിക്ക് വ്യക്തിപരമായ പിണക്കം 24 മാത്രമേ ഉള്ളൂ. വേറെ രണ്ടിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു പിണക്കം. 24 പിണക്കം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള വ്യക്തിപരമായി പിണക്കമുള്ള 2 പേരിൽ ഒരാളാണ് ശ്രീകണ്ഠൻ നായർ. നിങ്ങളവിടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ നിങ്ങൾ. പക്ഷെ എൻ്റെ കാര്യം വെച്ചാൽ, ഞാൻ പത്രപ്രവർത്തകനാണ്. ഞാൻ 24-നെയോ ശ്രീകണ്ഠൻ നായരെ വിമർശിച്ച് എന്നെക്കുറിച്ച് എന്തും പറയാം. പക്ഷേ എൻ്റെ ഭാര്യ അതിനകത്ത് പിടിച്ചിടുകയും പച്ചക്കള്ളങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് നിരന്തരമായ വാർത്ത ഞാൻ ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് 24-നോട് എനിക്ക്. പക്ഷേ എനിക്ക് റിപ്പോർട്ടറിനോടോ മീഡിയ 1-നോടോ അങ്ങനെ ഒരു പിണക്കം ഇല്ല. പ്രത്യേകിച്ച് മാത്രമല്ല, നികേഷ് കുമാർ വളരെ നല്ല മിടുക്കനായ ജേർണലിസ്റ്റ് ആണെന്ന് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്ഥാപനം നടത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്. അല്ല, ഈ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു സന്ദർഭം എന്തെങ്കിലും ഒരു കാര്യം ഓർത്തോട്ടെ. പണ്ട് നരേന്ദ്രപ്രസാദ് സാർ അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു കല്യാണ ചടങ്ങിനൊന്ന് പങ്കെടുത്തപ്പോൾ M. കൃഷ്ണൻ നായർ സാർ വാരഫലത്തിൽ എഴുതിയിരുന്നു, പ്രമുഖ മിടുക്കനായ അധ്യാപകനും സാഹിത്യ നിരൂപകനും നാടക ആചാര്യനും ആയിരുന്ന ഇപ്പോൾ സിനിമ നടൻ മാത്രമായ നരേന്ദ്രപ്രസാദിനെ ഞാൻ അവിടെ കണ്ടുപിട്ടിയെന്ന്. അല്ലല്ല, ഞാൻ ഈ നരേന്ദ്രപ്രസാദിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻറ് ജോൺസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കോളേജ് യൂണിയൻ്റെ ഒരു പരിപാടിക്ക് നരേന്ദ്രപ്രസാദ് വന്നു. അതായത് സിനിമക്കാരനല്ല, ഡയറക്ടറാണ്. അന്ന് അദ്ദേഹം ഞങ്ങളുടെ പരിപാടി. അപ്പം അദ്ദേഹം കൊണ്ട് തരുന്നത് എനിക്കായിരുന്നു മികച്ച നാടക നടനുള്ള നടനുമായിരുന്നു. അപ്പോൾ ഈ സമ്മാനം തരുന്നത് ഇദ്ദേഹം ഒരു ചോദ്യമാണ്, നാടകം ഏതാണ്? കാരണം ഇദ്ദേഹം നാടകക്കാരനാണല്ലോ.
നമുക്ക് ഏതാന്ന് നമ്മൾ തട്ടിക്കൂട്ടുണ്ടാക്കുന്നില്ല. അന്നേരപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കൂടി ഇപ്പം മലയാളി വാർത്തയിൽ സോയിമോൻ ഉണ്ടല്ലോ, സോയിമോനും ഞാനും ഒക്കെ ആയിരുന്നു നാടകത്തിന്റെ ശില്പികൾ. ഞാനും സോയിമോനോട് അപ്പം തന്നെ അപ്പുറത്തെ സാഹചര്യം തട്ടിക്കൂട്ടി നാടകം ഉണ്ടാക്കി നന്നായിട്ട് അഭിനയിച്ചു, മെഡൽ അവാർഡ് കിട്ടി. ഏതാ നാടകം ചോദിച്ചു, ഏത് നാടകം? എന്നെ സാർ 3 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ദേശാമാനിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. സിനിമയിലൊക്കെ തുടങ്ങിയതിന് ശേഷം ദേശാമാനിയുടെ സൺഡേ സപ്ലിമെന്റിൽ നരേന്ദ്രപ്രസാദ് ഞാനെടുത്തൊരു ഇന്റർവ്യൂ ഒരു ഫുൾ പേജ് 1-ാം പേജ് വന്നതാണ്. എനിവേ നമ്മൾ വന്നത് ഇപ്പോൾ പിന്നെ റിപ്പോർട്ടർ ചാനലിലേക്കാണ്. റിപ്പോർട്ടർ. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലും എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയ പഠനം നമ്മൾ എതിർക്കുന്നത് അവർക്കൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ സമയം ആ ഒരു അജണ്ട മാധ്യമം കാണിക്കാറില്ല. മാധ്യമം രണ്ടും ഒരു മാനേജ്മെന്റ് ആണെങ്കിലും അവർ വേറെ മീഡിയ മാധ്യമം ഒരു മാനേജ്മെന്റ് ആണെങ്കിലും മാധ്യമം നല്ല പത്രമാണെന്ന് പറയാതിരിക്കുന്നത് നല്ല വാരികയാണ്. അവർക്ക് ചില താല്പര്യങ്ങളുണ്ടാവും, അത് സ്വാഭാവികം, എല്ലാവർക്കും ഇല്ലേ. ഇപ്പോൾ കേരളോമതിക്ക് ഒരു SNDP ഈഴവ താല്പര്യമുണ്ട്, മനോരമയ്ക്കൊരു ഒരു ഓർത്തഡോക്സ് സഭയോട് അല്പം താല്പര്യമുണ്ട്, ദീപികയ്ക്ക് പരസ്യമായ മാതൃഭൂമിക്ക് പരസ്യമായ നായർ താല്പര്യമുണ്ട്. ഇത് ഇതെല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ മീഡിയ മാധ്യമം ഒരിക്കലും ഈ വാർത്തയിൽ അങ്ങനെ ആവശ്യമില്ലാതെ അവർ ഒരിക്കലും ഇല്ല. പക്ഷെ മീഡിയ അങ്ങനെയല്ല. മീഡിയ വിദ്വേഷ പ്രചരണം നടത്തുന്നു, അവരുടെ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് നുണ പറയുന്നു, അവര് ഭീകരമാവസ്ഥയാണ്. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അവരുടെ മാധ്യമം പത്രം തുടങ്ങിയ PK ബാലകൃഷ്ണൻ ആദ്യം എടുത്തത്. അല്ല, അതേ കാലത്തും അങ്ങനെയാണല്ലോ. CL തോമസ് ആയിരുന്നില്ല പിന്നീട് കുറച്ച് കാലം. തോമസ് ചേട്ടൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, മിണ്ടുന്നില്ലല്ലോ. ഇപ്പൊ പ്രമോദരാമനല്ലേ. അവരെപ്പോഴും ഈ ചാനലിന്റെയും പത്രത്തിന്റെയും ഒക്കെ എഡിറ്റർ C രാധാകൃഷ്ണൻ ആയിരുന്നല്ലോ. അവരെപ്പോഴും മുസ്ലിമിനെ അതാണ് ഇവരുടെ ഒരു അജണ്ട. അതേസമയം അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവിടെ ഇരുന്നാൽ മതി. അപ്പൊ ഇപ്പൊ വേണു അങ്ങോട്ട് പോകുന്നു പറഞ്ഞു കേട്ടെ, പറയപ്പെടുന്നു വേണു ബാലകൃഷ്ണൻ അങ്ങോട്ട് പോകുന്ന മാധ്യമങ്ങൾ പറയുന്നു. അവിടെ അവർക്ക് നല്ല ഇത് സ്മൃതി അവിടുന്ന് പോരുക ചെയ്ത്. അതെ, അവരവിടെ നിങ്ങോട്ട്. അപ്പൊ ഈ മീഡിയ വണ്ണിന്റെ ഒരു കുഴപ്പം അവർക്ക് അജണ്ടയുണ്ടെന്നല്ല. പക്ഷെ അവരുടെ അജണ്ടയുടെ ഭാഗം ഇപ്പം മറുനാടനെ കുറിച്ച് അവർ ചിലപ്പം വ്യാജമൊക്കെ പറയായിരിക്കും. പക്ഷെ 24-ഉം റിപ്പോർട്ടറും അങ്ങനെയല്ല. അവർക്ക് വിരോധമുള്ളവരോട് പക തീർക്കുന്നു എന്ന് മാത്രം. ഇപ്പം മീഡിയ വൺ എനിക്കെതിരെ കൊടുക്കാറുണ്ട്, മറുനാടനെതിരെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ചുമ്മാ രാവിലെ എഴുന്നേറ്റ് മറുനാടൻ തൊലയിട്ടെന്ന് കൊടുക്കുമല്ല, എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ പോലിപ്പിച്ചു കൊടുക്കും. അത് മനസ്സിലാക്കാം. പക്ഷേ ഈ 24-ഉം റിപ്പോർട്ടറും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് കണ്ണടച്ചിട്ട്, പണ്ട് ഈ തനിനിറത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല, വായിച്ചിട്ടില്ലേ? അല്ല, പണ്ട് അവരിങ്ങനെ ആയിരുന്നു, തോന്നിയ പോലെ എഴുതുമായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ എഴുതായിരുന്നു. കാര്യം അതിനെക്കുറിച്ച് പിന്നീട് ഒരാൾ പറഞ്ഞത് ഇതിൽ ചില സാങ്കല്പിക വാർത്തകളും വരുമെന്ന്. സ്ഥലമൊക്കെ ഇങ്ങനെ സ്ഥലം കാണില്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾക്ക് ഈ ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഇത് കാണുമായിരുന്നു. അപ്പം നമുക്കത് കുട്ടികളെ വായിക്കാൻ ഒരു സമ്മതിക്കില്ല. നീ വായിക്കണ്ടെന്ന് അപ്പം അവിടെ മുതിർന്ന ചേട്ടന്മാരൊക്കെ വന്നിരുന്ന് വായിച്ച് ഓരോന്ന് പറയുന്നു കാണാം. അതുപോലെ ക്രൈം നന്ദകുമാർ അങ്ങനെ ആയിരുന്നു പണ്ട്. ക്രൈം വാരിക. അപ്പൊ ഇങ്ങനെ വായിൽ തോന്നുന്നൊക്കെ അങ്ങ് എഴുതുവാണ്. എന്താ എഴുതുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല, എന്താ പറയുന്ന അറിയത്തില്ല. വിരോധം തീർക്കണം. ഞാൻ പറഞ്ഞല്ലോ 24 വിരോധം തീർക്കുക, ഡാർക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതല്ലാതെ ഒന്നും ഇവർ ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് അതേസമയം ഇവരുടെ 2 ചാനലിൻ്റെയും 2 ക്വാളിറ്റി അംഗീകരിക്കാൻ പറ്റില്ല. ഒന്ന്, ഇവരുടെ വിഷ്വൽ ഭംഗി. ഈ 2 ചാനലിലും വിഷ്വൽ ഭംഗി, വിഷ്വൽ ഭംഗി. 2, ഈ ശ്രീകണ്ഠൻ നായരോട് എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹം ഒരു സക്സസ്ഫുൾ പ്രൊഫഷണലാണ്, നല്ല പെർഫോമർ കൂടിയാണ് സാർ. നല്ല പെർഫോമറാണ്. ഈ വാർത്ത അവതരിപ്പിക്കുന്ന ട്രഡീഷണൽ രീതി അദ്ദേഹം തകർത്തെറിഞ്ഞ ആളാണ്. ഭയങ്കര ഹാർഡ് വർക്കറാണ്. അദ്ദേഹം മുണ്ടെടുത്തോണ്ടെന്നോ ബാക്കി എല്ലാവരും മുണ്ടെടുക്കാൻ. പക്ഷേ ഒരു പ്രശ്നം അവിടെ ഉള്ളത്, ഈ മറ്റു ചാനലുകളിൽ വരുന്ന അദ്ദേഹത്തെ പോലെ ഡ്രസ് ചെയ്ത ആളുകൾക്ക് ഇദ്ദേഹത്തെ പോലെ സംസാരിക്കാൻ പറ്റില്ല. അല്ല, അദ്ദേഹത്തിന്റെ മിടുക്കിനെ നമ്മൾ അംഗീകരിക്കണം. അദ്ദേഹത്തിന് ഹാർഡ് വർക്കോ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു മറുനാടൻ മലയാളി തന്നെ നടത്തി എനിക്ക് പറ്റുന്നില്ല. അദ്ദേഹം ഫ്ലവേഴ്സും 24-ഉം നടത്തുന്നു, അവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രോഗ്രാം രാത്രിയും കൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്, 8:30 രാത്രി. അത് സമ്മതിക്കണം. അതെ, അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെക്കാൾ മിടുക്കനാണ് അരുൺകുമാർ. ഫുൾ ടൈമാണ്. അതിന് ആ ഐഡിയ ഉണ്ടല്ലോ. ഇത് രണ്ടും നമുക്ക് സംഭവിക്കാതിരിക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ഇവർ ഈ ബാർക്ക് റേറ്റിംഗിന് വേണ്ടി വൃത്തികേടുകൾ കാട്ടുന്നതാണ് പ്രശ്നം. അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നത് ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ ആരും മിണ്ടത്തിലായിരുന്നു. നമ്മളാണ് കുറച്ചെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ പല കൃത്യം. അപ്പം ഇവർക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടി, ഇവർ 2 ദേശത്തോടു കൂടിയാണ്. എനിക്ക് ഏറ്റവും നിരാശ ഉണ്ടാക്കി TV പ്രസാദാണ്. എൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്നു. എനിക്ക് കടുത്ത നിരാശ ഉണ്ടാക്കി. അതായത് എനിക്ക് പ്രസാദിനോട് വലിയ ബഹുമാനമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പഴയ SFI സംസ്ഥാന ചെയർമാനായിരുന്ന വളരെ ആദർശനിഷ്ഠയുള്ള ഒരു ചെറുപ്പക്കാരെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരുപാട് വാർത്തകൾ കൊണ്ടുവന്നു. പക്ഷേ ഇയാൾ ഈ റിപ്പോർട്ടറിലേക്ക് ചെന്നതിന് ശേഷം ഇയാളുടെ അടിമുടി സ്വഭാവം മാറി. ഒന്ന് ഫോൺ ചെയ്ത് വെച്ചപ്പോൾ തന്നെ മറുപടി വന്നിട്ട് എനിക്കിട്ട് മറുപടി
അയാൾ വർത്തമാനം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിലൊക്കെ കയറി അയാൾ ഇരുന്നിട്ട് ഇപ്പം എനിക്ക് മുഖ്യമന്ത്രി പ്രതിഷേധമുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കാണൂ, അത്രേ ഉള്ളൂ. ഏത് രാഷ്ട്രീയക്കാരനെ കണ്ടാലും അവൻ്റെ പദവിയിൽ ബഹുമാനം, കാരണം എനിക്ക് രാഷ്ട്രീയക്കാരോട് ഇഷ്ടമാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരനാവുക എന്ന് പറയുന്നതാണ് ഒരു IAS കാരനാകുന്നതിനേക്കാൾ കഠിനമായ പണി. ഈ ഒരു പുച്ഛവും പറയാനുള്ള കാര്യം പറയുന്ന പോലെ അല്ല. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തായാലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ദേഷ്യം അവസാനം ചോദിച്ചല്ലോ. അതെ, അപ്പം ഈ മനുഷ്യൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ വ്യാജ വാർത്തയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പൊന്നാനിയിലെ സംഭവം. അത് അങ്ങേയറ്റത്തെ കഷ്ടമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഇപ്പം ഈ BNSൽ മാറിയൊരു നിയമം എന്ന് പറയുന്നത്, ഒരു പരാതി, എനിക്ക് രാജ്മോഹനെതിരെ പരാതി കൊടുക്കുന്നു, ഞാൻ നാളെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് രാജ്മോഹനൊരു പരാതി കൊടുക്കുക, രാജ്മോഹൻ എനിക്കെതിരെ അപ്പം തന്നെ രാജ്മോഹനെതിരെ FIR ഇടാം. ഇതാണ് ഇതുവരെ ഉണ്ടായിരുന്ന IPCയിലുണ്ടായിരുന്ന പ്രത്യേകത. IPC BNS ആയപ്പം ആ റീസൺ ഉണ്ടാവണം, അതിന് അന്വേഷിക്കണം, പ്രാഥമിക അന്വേഷണം നടത്തണം. ഇനി അതും പോട്ടെ, ഇത്രയും കാലം എങ്ങനെ വെച്ചാൽ ഞാൻ കൂടെ പരാതി കൊടുക്കുന്നു, രാജ്മോഹനെതിരെ കൊണ്ട് ഞാൻ കൂടെ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുന്നു, പോലീസ് FIR ഇടുന്നില്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞാനൊരു മജിസ്ട്രേറ്റ് കോടതി പോയിട്ട് പറയുകയാണ് ഈ രാജ്മോഹനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ട് FIR ഇടില്ല, അപ്പം തന്നെ കോടതി FIR ഇടാൻ പറയുമായിരുന്നു. ഇപ്പോൾ അവിടെയും മാറ്റം വന്നു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് BNSലെ ഏറ്റവും വലിയ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കോടതി ഉത്തരവിടുന്നത് റിപ്പോർട്ട് തരാനാണ്. ഇതനുസരിച്ച് പോലീസ് എന്ത് ചെയ്യണം, ആർക്കെതിരെയാണ് പരാതി കിട്ടുന്നത് അവരുടെ ഭാഗം കൂടി കേട്ടിട്ട് പോലീസ് റിപ്പോർട്ട് കൊടുക്കണം, കേസെടുക്കണോ വേണ്ടതെന്ന്. ഇതാണ് ഇപ്പോഴത്തെ വലിയ ഗുണമാണ്. സത്യമാണ്. ഈ നിയമം മാറിയത് എത്ര ഗുണകരമായി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളപ്പോഴേ ഒരുപാട് മാറ്റങ്ങൾ വലിയ ഗുണമാണ്. വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം അതിനെ മറികടക്കുന്ന എങ്ങനെ, ഇപ്പം എനിക്കെതിരെ ഒരുത്തന്നെ വ്യാജ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ ക്രൈം നടന്നു എന്ന് പറയുന്ന കാലം ഈ BNS തുടങ്ങിയതിന് മുമ്പാക്കി. അങ്ങനെ പഴയ കാലം അങ്ങെടുത്ത്. അപ്പൊ IPC ആണ് ബാധകം. ഇപ്പോഴും ക്രൈം നടക്കുന്നത് BNS തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ IPC ബാധകം. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാജ്മോഹൻ പരാതി കൊണ്ട് കൊടുക്കുന്നു, ഓട്ടോറിക്ഷക്കാരനെ മറ്റോ പേടിപ്പിച്ചു. അല്ല, അത് വേറെ കാര്യം. അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൊന്നാനിക്കാരി സ്ത്രീ ഓട്ടോറിക്ഷക്കാരൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. ഈ പരാതി പോലീസ് എടുക്കുന്നു. ഇത് പഴയ സംഭവമാണ്, ഇപ്പോഴത്തെ സംഭവമല്ല, ഇത് പണ്ടത്തെ സംഭവം. പോലീസ് എടുക്കുന്നു. പക്ഷേ ഈ സ്ത്രീ പോലീസ് കേസെടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇവർ സ്ഥിരം ഇതായിരുന്നു പരിപാടി. അതായത് ആർക്കെങ്കിലും എതിരെ കൊണ്ട് അവസരം കിട്ടിയാൽ കൊണ്ട് പരാതി കൊടുക്കും. ഇപ്പോഴാണ് പല ആളുണ്ടല്ലോ അങ്ങനെ കാശ് വാങ്ങിക്കുന്നവർ. അപ്പോൾ ഇവരുടെ കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവരാണ് സാക്ഷി എല്ലാ കേസിലും. അപ്പോൾ എന്നാ ചെയ്യും, FIR ഇട്ട് കഴിയും, സ്ത്രീയല്ലേ പരാതി, FIR ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർ പേടിക്കും, എങ്ങനെയെങ്കിലും 50,000 1 ലക്ഷം ഒക്കെ കൊടുത്ത് പോലീസും പറയും അതാ നല്ലതെന്ന് പറയും, അവർക്ക് മെനക്കേടാണല്ലോ. അപ്പം ഈ ഓട്ടോറിക്ഷക്കാരൻ, അപ്പോൾ ഈ വിനോദ് എന്ന് പറയുന്ന CI വന്നു. അന്ന് SP സുജിത് ദാസിനെതിരെ അൻവർ ഇത്രയധികം ആരോപണം ഉന്നയിക്കുമ്പോഴും സുജിത് ദാസ് നല്ല കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഉദ്യോഗസ്ഥനായിരുന്നു. സുജിത് ദാസ് ഇച്ചിരി കേസൊക്കെ എക്സ്ട്രാജുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്നൊക്കെയുള്ള സത്യമാണെങ്കിലും നല്ല ഉദ്യോഗസ്ഥനായിരുന്നു സുജിത് ദാസ്. അപ്പോൾ സുജിത് ദാസ് നിർദ്ദേശം കൊടുത്തിരുന്നു, ഈ കേസ് നമ്മൾ എടുക്കുമ്പം നിർബന്ധമായും അതിന് ചില മാനദണ്ഡം വെച്ചിരുന്നു. അതിലൊന്ന്, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോകണ്ട, പലപ്പോഴും സംഭവിക്കാറുണ്ട് സെറ്റിൽ ചെയ്യാൻ. ഇപ്പം ഇന്ന് എനിക്കൊരു കോൾ വന്നത് ഒരു സിനിമാക്കാരനാണ്, എനിക്ക് പരിചയമുള്ള ഒരു തിരക്കഥാകൃത്തം വന്നു, ഷാജി എന്നുണ്ടായിരുന്ന പേര്. അയാളൊരു മുറി അവിടെ കൊച്ചിയിൽ എടുത്തിട്ടിരുന്നു, പലപ്പോഴും പോയി താമസിക്കാനുള്ള മുറി പലപ്പോഴും. അപ്പോൾ അയാൾക്കൊരു 2-3 മാസം കുടിശ്ശിക വന്നു. കുറച്ച് പൈസയേ ഉള്ളൂ, 6,000 രൂപയോ 9,000 രൂപ 9,000 രൂപ കണ്ട് കൊടുക്കാൻ പറ്റില്ല, അയാൾ വരുമ്പോൾ തരാം എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി, തരാം, നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ഉടമസ്ഥൻ നിനക്ക് എന്നിട്ടൊരു കത്ത് എഴുതിയിട്ടു, നീ ഈ കാശ് 9,000 രൂപയ്ക്ക് തരാനുള്ള ഇപ്പം തന്നില്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി മടുക്കും എന്നൊരു കത്തിട്ടു. അയാൾ അന്ന് ഇത്ര വായിച്ചാണ്, പിന്നെ നോക്കട്ടെ എന്ന് അയാൾ വരുന്നു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നു, അടിയന്തരമായിട്ട് നീ കൂടെ കാശ് കൊടുത്തിരുന്ന ഞാൻ പൊക്കൂടാൻ മറ്റാ മറിച്ച് ചീത്ത വിളിച്ചു പറഞ്ഞു. പോലീസാണെന്ന് അറിയത്തില്ല, പക്ഷെ പോലീസാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞ് ഈ വിളിച്ച ആളുടെ കോൾ റെക്കോർഡും ഈ ഫോൺ നമ്പരും തന്നു. ഞാൻ വെരിഫൈ ചെയ്യും, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ SI ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്നതുമില്ല. അപ്പൊ ഇതെന്നെ പ്രശ്നം വെച്ചാൽ ഈ മറ്റവനുമായിട്ടുള്ള എന്തൊരു ഈ സെറ്റിൽമെന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സുജിത് ദാസ് അതിനെ എതിർത്തു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഈ പരാതി കിട്ടിയപ്പോൾ തന്നെ ഇയാൾ FIR ഇട്ടു, തൂക്കി, ഓട്ടോക്കാരനെ തൂക്കി റിമാൻഡ് ചെയ്തു.
ഈ സ്ത്രീ പരാതി കൊടുത്തിട്ട് കാശ് വാങ്ങിക്കാൻ വൈകുന്നേരം കാശ് മേടിക്കാൻ സെറ്റിൽമെന്റ് ചർച്ചയ്ക്ക് വരുമ്പോൾ ആളകത്ത്. അപ്പൊ സ്ത്രീ ഇയാളോട് ചീത്ത വിളിച്ചു. നിങ്ങൾ എന്തിനാ? അയാൾ പറഞ്ഞു, ശ്രീജിത്ത് വിനോദ് പറഞ്ഞു, പരാതി അകത്തിനായിരിക്കാൻ പറ്റും, നിങ്ങൾ പീഡിപ്പിച്ചതല്ലേ പറഞ്ഞേ. അങ്ങനല്ലാതെ എനിക്ക് പരാതി ഞാൻ തീർത്തേനെ മറ്റാ പറഞ്ഞ ഇവർ പിണങ്ങിപ്പോയി. ഇവരെന്നിട്ട് DYSP VV ബെന്നിക്ക് ബെന്നിയുടെ അടുത്തുകൊണ്ട് പരാതി കൊടുത്തു. ബെന്നിയുടെ അടുത്ത് പരാതി കൊടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു പരാതി കൊടുത്തു, അതിൽ FIR ഇട്ടു, കേസന്വേഷിക്കാൻ വിനോദ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, പരാതി കൊടുത്തു. അപ്പോൾ ബെന്നി ഗൗരവമായിട്ട് എടുത്തു, സ്വാഭാവികമല്ലേ. അപ്പോൾ തന്നെ ബെന്നി ഇയാളുടെ ഫോൺ, ഈ സ്ത്രീയുടെ ഫോൺ റെക്കോർഡ്സും ഇയാളുടെ ഫോൺ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പം ഈ വീടിൻ്റെ പരിസരത്തേക്ക് ജീവിതത്തിൽ അയാൾ പോയിട്ടില്ല. ഇത് മാത്രമല്ല, ഈ സമയത്ത് ഈ പീഡിപ്പിച്ചു പറഞ്ഞ സമയത്ത് ഇയാൾ വേറെ ഡ്യൂട്ടിയിലാണ്. പോലീസ് കൃത്യമായിട്ട് അറിയാമല്ലോ അവർക്ക്. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ചോദിച്ചു. ബെന്നി ഭയങ്കര മിടുക്കനാണല്ലോ. സ്പെഷ്യൽ ബ്രാഞ്ചിനോട് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പല പരാതിയും പല പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ബെന്നി കേസെടുത്തില്ല. ഇവർ സുജിത് ദാസിനെ പോയി കണ്ടു. എന്നിട്ട് സുജിത് ദാസിനോട് പറഞ്ഞു, ഞാൻ ആദ്യം DYSP CI പോയി കണ്ടു, ഇയാൾ FIR ഇട്ടിട്ട് തെളിവെടുക്കുമ്പോൾ എന്നെ പീഡിപ്പിച്ചു. എന്നിട്ട് ഞാൻ DYSP കണ്ടപ്പം DYSP എന്നെ ബലാത്സംഗം ചെയ്തു. അപ്പം സുജിത് ദാസ് അതിനേക്കാളും ഞെട്ടി. അപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന് സഹായം തേടുന്നു. സുജിത് ദാസ് ആ കാര്യത്തിൽ ബന്ധമാണല്ലോ. അന്വേഷണം ഇതാക്കുന്നു, വിശദാംശം ചോദിക്കുന്നു, ഫുൾ അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പം മനസ്സിലായി ഇത് തട്ടിപ്പാന്ന് മനസ്സിലായി. സുജിത് ദാസും കേസെടുത്തില്ല, അതങ്ങ് അസ്തമിച്ചു. പിന്നെ സംഭവിച്ചില്ലല്ലോ, സ്വാഭാവികമാണല്ലോ. SP അല്ലേ അസ്തമിച്ചു. അതിനുശേഷം നാളുകൾ കഴിഞ്ഞു. ഇത് പഴയ കേസാണ്. നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അൻവറിന് വെളിപാടുണ്ടാവുന്നതും അഴിമതി നിരോധന ഗാന്ധിയായി മാറുന്നു. അങ്ങനെ അമ്പുക്ക ഗാന്ധിയനായി രംഗത്ത് വന്നപ്പോൾ അമ്പുക്കായുടെ സ്പോൺസർമാരാണ്? റിപ്പോർട്ടർ വെച്ചാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ റിപ്പോർട്ടർ മുതലാളിയുടെ ആഗ്രഹമാവാം. കാരണം റിപ്പോർട്ടറിന്റെ ഏറ്റവും വലിയ ശത്രു ബെന്നിയാണ്. പഴയ മരമുറി കേസിൽ മരമുറി കേസ് അകത്താക്കിയത് മാത്രമല്ല, ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, ഈ മരമുറി കേസിന്റെ ചുമതല ബെന്നിക്ക് തന്നെ മാറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇവർ അത്യാവശ്യം CPM ആയിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി, CPMന്റെ സ്വന്തമായി ഇവർ മാറി. ഇത് അട്ടിമറിക്കപ്പെടുമെന്ന് പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നോട് ഈ റിപ്പോർട്ടർ ചാനലിൽ ജോലിക്ക് കയറിയ ഉയർന്ന പദവിയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, അത് മരമുറി കേസ് അവർക്ക് ആത്മവിശ്വാസം, ആ കേസെല്ലാം സെറ്റിലാക്കിയിട്ടുണ്ട്, അത് വെറുതെ കളയുമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്ന. ഇതിന് ഇയാൾ വഴങ്ങുന്നില്ല. കാരണം ഇയാൾ നല്ല ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ അവസരം നോക്കിയിരിക്കുമ്പോഴാണ് ഇവർ ഈ കഥയെടുത്തിട്ട് അമ്പൂക്കായുടെ അടുത്ത് എത്തിച്ചിട്ട് അമ്പൂക്കായും കൂടി, അതാണ് അവിടുത്തെ CPMകാർ പറഞ്ഞല്ലോ, സാമ്പത്തിക ഇടപാട് നടന്നെന്ന് പറഞ്ഞല്ലോ. ഈ ചർച്ച ഈ പറയുന്ന റെക്കോർഡ് ചെയ്തു പറഞ്ഞ് വീട്ടുടമ വരെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇത് പിന്നീട് ഒരു സംഭവം ഉണ്ടായി. അതിന്റെ പേരിൽ ഭയങ്കര ബിഗ് ബ്രേക്കിംഗ് പറയുന്നു. പിറ്റേ ദിവസം ഏഷ്യാനെറ്റ് ചീറ്റിക്കുന്നു, പ്രശ്നമാവുന്നു. എന്നിട്ട് കേസെടുക്കുന്നത്. അപ്പോഴാണ് പരാതി. ഇപ്പോഴാണ് ഈ 3 പേരെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പുതിയ പരാതിയായിട്ട് വരുന്നത് ഇപ്പോഴാണ്. ആ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല, എടുക്കേണ്ട കാര്യവും ഇല്ല. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഭയങ്കര അവരുടെ ഇരയുടെ കണ്ണും നീരും വേദനയൊക്കെ കൊടുക്കുന്നു. ഇവർ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യുന്നു. മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയാണല്ലോ, ആവശ്യപ്പെടണം. റിപ്പോർട്ട് കൊടുത്തു, IG കൊടുത്തു. SP-യുടെ മുകളിൽ IG ആണല്ലോ, റേഞ്ച് IG DIG അങ്ങ് റിപ്പോർട്ട് കൊടുത്തു, ഇത് തട്ടിപ്പാണ്, ഇല്ല എന്ന് പറഞ്ഞു. അപ്പം മജിസ്ട്രേറ്റിന് കേസെടുക്കാൻ പറ്റത്തില്ല. കാരണം പുതിയ നിയമം അനുസരിച്ച് പണ്ടാണ് എടുക്കാം. പോലീസ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞല്ലോ, പോലീസ് റിപ്പോർട്ട് വന്നു, ഇല്ലെന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഹൈക്കോടതി പോയി. ഇതെല്ലാം നടത്തുന്നത് ഈ റിപ്പോർട്ടറിൻ്റെ സ്വന്തമായി നിൽക്കുന്ന ഒരു പയ്യനുണ്ട്, വക്കീൽ. അവനാണ് ഈ ഇത്തരം മാർക്ക് വേണ്ടി എല്ലാ തിരുമറികളും എല്ലാം നടക്കുന്ന പരാതി എഴുതുന്നു കൊടുക്കുന്നൊക്കെ അവനാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഹൈക്കോടതി പോയി. അപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണല്ലോ കേസെടുക്കുന്നത്. സിംഗിൾ ബെഞ്ചിനെ സംബന്ധിച്ച് ഒരു വലിയ കേസാണ്. ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു പരാതി, ചില്ലറക്കാരല്ലോ ഈ കേസിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു വാർത്ത. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അത് വേണ്ടതുപോലെ ചെയ്യാൻ ഉത്തരവിട്ടു. 10 ദിവസം അങ്ങാണ്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും കേസ് എടുക്കണമെന്ന് വിധിയിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് അത് അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ വിധിയിട്ടു. മജിസ്ട്രേറ്റ് കുഴപ്പത്തില്ല, ഹൈക്കോടതി പറഞ്ഞില്ലേ, ഇനി അനുസരിക്കാനും പറ്റൂല. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ഒരു വ്യാഖ്യാനം ആയതുകൊണ്ട് മജിസ്ട്രേറ്റ് FIR ഇടാൻ പറഞ്ഞു. അപ്പോൾ വിനോദ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ആ ഹൈക്കോടതിയുടെ വിധി, സിംഗിൾ ബെഞ്ചിന്റെ വിധി റദ്ദ് ചെയ്തു. ശരിക്കും ഇന്ന് വന്ന വിധി അതാണ് ആ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് റദ്ദ് ചെയ്തു. ഇതിനർത്ഥം കേസ് തീർന്നല്ല.
എന്നിട്ട് മജിസ്ട്രേറ്റിനോട് നിയമവും ചട്ടവും അനുസരിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം. തീരുമാനിക്കാൻ എടുക്കണോ വേണ്ട. അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞതുകൊണ്ട് കേസെടുക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞെടുത്ത അതായത് ഗവർണർ പദവി നമ്മുടെ രവീന്ദ്രൻ ഗോപിനാഥിൻ്റെ സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കാരും ഉന്നയിച്ചിരിക്കുന്ന എല്ലാ വാദവും അംഗീകരിച്ചു. ഈ രവീന്ദ്രൻ ഗോപിനാഥിനെ നിയമിച്ചത് ശരിയാണ്, റീ അപ്പോയിൻമെൻറ്റിന് സെർച്ച് കമ്മിറ്റി വേണ്ട, എല്ലാം അനുവദിച്ചു. പക്ഷേ റദ്ദാക്കിയത് എന്ത് പറഞ്ഞാണെന്നറിയോ? ഗവർണർ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് പറഞ്ഞാണ്. ഗവർണറെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ അങ്ങോട്ട് കൊടുത്തതാണ് അത് കൊടുത്തത്. ഇവിടെ ഇതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ കേസ് എടുക്കാതിരിക്കുക വേണ്ട. മജിസ്ട്രേറ്റിന് ചട്ടവും നിയമവും അനുസരിച്ച് സ്വതന്ത്രമായി തീരുമാനിക്കാം, ഹൈക്കോടതിയുടെ ഒരിടപെടലും ഇല്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. എന്ന് വെച്ചാൽ ഈ കേസിൽ തീരുമാനമെടുക്കാൻ ഒരു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നോക്കുകയേ വേണ്ട. ആ ഉത്തരവ് കളഞ്ഞു. ഡിവിഷൻ ബെഞ്ച് ചെയ്ത് ആ ഉത്തരവ് റദ്ദാക്കി, സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി. ഇപ്പോൾ ഒരു ഉത്തരവില്ല, നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഇനി എന്താ മജിസ്ട്രേറ്റ് ചെയ്യേണ്ടത്? മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് എന്താണെന്ന് നോക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, വേണം ഒന്നുകൂടെ റിപ്പോർട്ട് ചോദിക്കാം. അതെ, ഒന്നുകൂടെ പുതിയ അവസ്ഥയിൽ. അപ്പം ഫലത്തിൽ എഫ്ഐആർ ഉണ്ടാവത്തില്ല, ആ കേസ് ചീറ്റിപ്പോവും. അല്ല, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെ പെണ്ണേഴ്സ് കൊടുക്കുന്നതൊക്കെ. അല്ല, ഇത് ജീവിതത്തിൽ അത് സംഭവിക്കും. ഇത് ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് മാധ്യമങ്ങൾ കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ക്രൂരമായ. മാധ്യമങ്ങളാണ് ഇതിൻ്റെ പിറകിലാണ്. ആണിക്കല്ലേ സത്യത്തിൽ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ നേരെ ആരോപണം വരുമ്പോൾ അവരെ രക്ഷിക്കുക, അതിന് സത്യം പുറത്തു ചെയ്യേണ്ട മാധ്യമങ്ങളുടെ ജോലിയാണ്. ഈ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും നിങ്ങളൊക്കെ നിങ്ങളുടെ യൂണിയനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങളും യൂണിയന്റെ ഭാരവാഹി അംഗമൊക്കെ ആണല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് യൂണിയനോട് പിണക്കമൊന്നുമില്ല, നല്ല ആളുകളാണ്. സുരേഷ് ഗോപി കയറി നിങ്ങൾ പ്രകടനം നടത്തുന്നു, പ്രതിഷേധ പ്രകടനം നടത്തി. അപ്പോൾ സുരേഷ് ഗോപി 24 ന്യൂസിന്റെ അല്ല 24 ന്യൂസിന്റെ റിപ്പോർട്ടർ ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവുണ്ടോ? അയാളെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് അയാൾ പറയുന്നു. നിങ്ങൾക്ക് ആർക്കും ഒരു തെളിവില്ല. അയാൾ പറഞ്ഞത് തന്നെ എന്താണ്? അയാൾ പറഞ്ഞു, ഞാൻ പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ പാർലമെന്റിൽ കാണിച്ച് എന്താ? പാർലമെന്റിൽ ഒരാളെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ, ഇടിക്കാൻ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ ഭീഷണിയാവുന്നത്? ഇനി അത് ഭീഷണിയാണെന്ന് അയാൾ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചു, പ്രതിഷേധിച്ചു. പക്ഷെ എൻ്റെ ചോദ്യം, അതിനേക്കാൾ നെറികെട്ട നികൃഷ്ടമായ നിലപാടിലെ കൃഷ്ണദാസ് ഇറച്ചിപ്പട്ടി എന്നിട്ട് നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തിയോ? ഇത് ശരിയല്ല, അത് ഇരട്ടത്താപ്പാണ്. സുരേഷ് ഗോപിക്കാരനോട് എന്തോ ആവാം, CPM അത് ശരിയല്ല, കാരണം മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി. അത് ശരിയല്ല. രഘു മട്ടുമേൽ എന്ന് പറഞ്ഞ ആള് ദേശാമാനിലുള്ള എന്തൊക്കെയാണ് എന്ന് വിളിച്ച് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ആരാടാ ഇൻഡാസ് കൊടുക്കാൻ, അത് ശരി, അത് ഇരട്ടത്താപ്പാണ്. ഈ പുതിയ യൂണിയൻ വരുമ്പോഴെങ്കിലും ഇത് ഉണ്ടാവത്തില്ലെന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നട്ടല് വേണം. സ്നേഹപൂർവ്വം പറയണം. നിങ്ങൾ എനിക്ക് ആ KP റജിയെ ഇഷ്ടമാണ്, സുരേഷ് എടപ്പാളിനെ ഇഷ്ടമാണ്, പക്ഷെ ഈ നട്ടല് കാണിക്കാൻ പറയണം. ഞാൻ സ്നേഹപൂർവ്വം പറയുന്നതാണ്. കാരണം ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരോടും ഒരേ നിലപാടെടുക്കണം. എനിവേ, നമ്മുടെ വിഷയം അതല്ല, മാധ്യമധർമ്മമാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നത്, ഇത് ഒരു വലിയ ചരിത്രവിധിയാണ്. ഇത് മാധ്യമങ്ങൾ വേണ്ടതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യത്തില്ല, ഉറപ്പാണ്. ഒരു സിംഗിൾ കോളം അവരത് കൊടുക്കത്തുള്ളൂ. അതിൻ്റെ പ്രാധാന്യം, കാരണം മാധ്യമങ്ങൾക്ക് ഒരു മാധ്യമത്തെ കുറ്റപ്പെടുന്ന കാര്യം, മംഗളം പത്രത്തിൻ്റെ അജിത് കുമാറിനെതിരെയും KK സുനിലിനെതിരെ 4 മാസം ഏതെങ്കിലും പത്രത്തിൽ വാർത്ത വന്നു? നമ്മൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. ലൈവ് വന്നു. പക്ഷെ അത് ശരിയല്ല. ഞാൻ പറഞ്ഞേ, നമ്മൾ മറ്റുള്ളവരുടെ വാർത്ത കൊടുക്കുമ്പോൾ നമ്മുടെ വാർത്തയും കൊടുക്കണം. അപ്പം എന്നോട് നമുക്കെതിരെ കൊടുക്കുന്ന, എനിക്കെതിരെ കൊടുത്തോളൂ. ഇപ്പം എനിക്കെതിരെ പത്രങ്ങളിൽ വരുന്ന ഒരു വാർത്തയ്ക്കെതിരെയും ദേശാഭിമാനി ഒരു വാർത്തയ്ക്ക് എനിക്ക് പരാതിയില്ല. ഇപ്പം പ്രശാന്തിൻ്റെ കേസിൽ ഞാൻ പ്രശാന്തിനോട് പറഞ്ഞു, മാതൃഭൂമിക്ക് ഇങ്ങോട്ട് വണക്കമുണ്ട്, മാതൃഭൂമി പ്രശാന്തിൻ്റെ അഭിപ്രായം ചോദിച്ചില്ലേ എന്ന് പറയുമ്പോഴും മാതൃഭൂമി വ്യാജ വാർത്ത കൊടുത്തു എന്ന് പറയാൻ പാടില്ല. അവിടെ കിട്ടിയ വാർത്ത കൊടുത്തത്. ആ വാർത്തയുടെ പിന്നിൽ മാതൃഭൂമിക്ക് താല്പര്യമുണ്ട്, ആ വാർത്ത ഉണ്ടാക്കിയക്ക് താല്പര്യമുണ്ട്. പക്ഷേ വ്യാജ വാർത്ത. തനിനിറം പത്രാധിപരായിരുന്ന കലാലയം കൃഷ്ണനാരെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അവർക്ക് അദ്ദേഹത്തിന് അതിന് കുടുംബാംഗങ്ങൾക്കെതിരെ എന്തോ ഒരു വാർത്ത വന്നു, അത് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇല്ലില്ല, ഞാൻ എൻ്റെ പോളിസി അതാ. ഇപ്പം നമ്മുടെ കേസൊക്കെ എടുക്കുമ്പോൾ ഇവിടെ വാർത്ത വരുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട്, നമ്മൾ വാർത്ത കൊടുത്തോണം, ധാരാളം കൊടുത്തു, എന്നെ അറസ്റ്റ് നമ്മുടെ ഭാഗം കൂടെ കൊടുക്കാം. കാരണം നമുക്കറിയാമല്ലോ സത്യം എന്താണെന്നുള്ളത്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. സത്യം അറസ്റ്റ് ചെയ്തു എങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിനെ കൊടുക്കുക. എൻ്റെ പോളിസി അതാണ്, എല്ലാ വാർത്തയും കൊടുക്കേണ്ടതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം വഖഫിന്റെ ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ, കുഞ്ഞീഷിന്റെ ഉത്തരവ്, ഇന്ന് എത്ര മാധ്യമങ്ങൾ അത് പ്രാധാന്യത്തോടെ കൊടുത്തു? ഇന്ന് ചാനലുകൾ എല്ലാ പത്രങ്ങളും ഒന്നാം മെയിൻ വാർത്ത കൊടുത്തു. ഞാനിന്ന് എല്ലാ പത്രങ്ങളും നോക്കി. അത് കാരണം ആ വാർത്ത ഇന്ന് സുപ്രഭാതം മാത്രം അകത്തെ പേജ് കൊടുത്തുള്ളൂ, ബാക്കി എല്ലാവരും വലിയ പ്രാധാന്യം കൊടുത്തു. അതൊരു കോംപ്ലിക്കേറ്റഡ് വിധിയാണ് കേട്ടോ. എന്തായാലും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അഹങ്കാരത്തിന്, അവർ ഈ മാധ്യമ പ്രവർത്തനത്തെ മോശമാക്കാൻ നടത്തിയ നീക്കത്തിനുള്ള തിരിച്ചടിയാണ്
ഇന്നത്തെ വിധി. നമുക്ക് പ്രതീക്ഷിക്കാം അവർ ഇനിയെങ്കിലും നന്നാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ വലിയ ആശ്വാസമാണ്. പലരും ഇത്തരത്തിലുള്ള കേസുകൾ നേരിടുന്നവരാണ്. എന്തായാലും ഇനിയെങ്കിലും അവർ നന്നാകുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി.